അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 25 മുതൽ വചനത്തിൽ കണ്ടുമുട്ടുന്ന ഡെലിവറൻസ് ഉണ്ടല്ലോ. അതായത് അർദ്ധരാത്രിയോട് അടുത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. അടുത്തെന്താണ് പറയുന്നത്? പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഉണ്ടോ? ബന്ധനം അടിയുമ്പോൾ വാതിൽ തുറക്കുക. അതാണ് അടച്ചിട്ടിരിക്കുന്ന ഇവരെ. അപ്പോസ്തലന്മാർ രണ്ടു നല്ല സുവിശേഷ പ്രഘോഷകർ, വലിയ അഭിഷേകം. പക്ഷെ പിശാചങ്ങ് പൂട്ടി, ജയിലിട്ട് പൂട്ടിയിട്ട് അഴിച്ചുവിടില്ല. അത് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഇത് തീർത്ത്. പക്ഷേ ഇവരിലേക്ക് അഭിഷേകമുണ്ട്. അതുകൊണ്ട് അഭിഷേകമുള്ളവർ സ്തുതിച്ചാൽ മതി. അഭിഷേകമുള്ളവർക്ക് സ്തുതിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പരിശുദ്ധാത്മാവിന് ശക്തി റിലീസ് ചെയ്യപ്പെടും. പരിശുദ്ധാത്മ ശക്തി റിലീസ് ചെയ്യുമ്പോഴാണ് അവരിലും അവർ ചുറ്റുമുള്ള മുഴുവൻ ബന്ധനം അഴിഞ്ഞു പോകും. ഞാൻ നല്ല അഭിഷേകമുള്ള വ്യക്തിയെ പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നന്നായിട്ട് സ്തുതിച്ചാൽ മതി. ആ ചുറ്റും നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നു കാണാൻ പറ്റും. ആ ചങ്ങല പൊട്ടിപ്പോവാണ്. നമ്മൾ ചങ്ങലയാൽ കെട്ടിക്കെട്ടിരിക്കുക. നമ്മൾ ചില ചങ്ങലക്കകത്ത് പെട്ടുപോയില്ലേ? രോഗങ്ങളുടെ ചങ്ങല, പാപങ്ങളുടെ ചങ്ങല, നിരാശ കയറി, കുടുംബ പ്രശ്നങ്ങൾ, എന്നാ ചെയ്യണം ഒന്നും അറിയത്തില്ല. എല്ലാവരും ചോദിക്കുമ്പം ആർക്കും ഒന്നും അറിയത്തില്ല. നമ്മളെല്ലാവരും പോയി ചോദിക്കും, എന്നെ സഹായിക്കും. ധ്യാന കേന്ദ്രങ്ങളെല്ലാം ഓടും, അതിലെ കൗൺസിലേഴ്സിൻ്റെ എല്ലായിടത്തും എല്ലാം പോകും. പാവങ്ങളുടെ കാര്യത്തിൽ എനിക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ സങ്കടമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി സങ്കടം. നിങ്ങളിങ്ങനെ ഈശോ പറയുന്ന പോലെ അടയനില്ലാത്ത ആടുകളെ പോലെ അലഞ്ഞു നടക്കുന്ന കാണാം. ദൂരെ നിന്നൊക്കെ ഇവിടെ വരുന്ന ആൾക്കാർ ദൂരെ വിഷമനുഭവിച്ചു. ആരും പറയില്ല. ഒരു ബൂത്ത് ഭയങ്കര ഒരു ബന്ധനമാണ്. അവർക്കറിയാം ഒരു ബന്ധനം ഉണ്ടെന്ന് അവർക്കറിയാം. ആരഴിക്കുമെന്ന് ഓർത്താണ് അവർ നടക്കുന്നത്. എവിടുന്ന് അഴിഞ്ഞ് മാറിക്കിട്ടും എന്നുള്ളതാണ് അവരുടെ പ്രാർത്ഥന. അപ്പൊ അത് ചെയ്യേണ്ടത് സ്തുതിക്കുക, കർത്താവിനെ സ്തുതി. നമുക്ക് കിട്ടിയ അഭിഷേകം വെച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ബന്ധനം കഴിഞ്ഞ് പോകുന്നത് കാണാൻ പറ്റും. ഈ ആലയത്തിൽ വന്നിട്ട് പരിശുദ്ധ കുർബാനയുടെ ഈശോയുടെ സാന്നിധ്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. വിശുദ്ധിയിലേക്ക് വരിക. തന്നെ സഹനം കൃപയായി മാറും നിങ്ങൾ വിശ്വസിക്കുക. ഇന്നല്ല നാളെ ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു വിശ്വസിക്കുക. അത് ബന്ധനം അഴിയുന്നിടം വരെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ബന്ധനം അഴിയുന്നിടം വരെയും സ്തുതിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ വിളിച്ചുകൊണ്ട് മാറാതെ. അപ്പൊ തന്നെ അഴിയും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട.